കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിന് അഭിഷേകം. വചനത്തിന് അഭിഷേകം. ആത്മസൗഖ്യത്തിന് അഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ. അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ആരാധിച്ചിടാം, പാടുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, പാടുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ മാറാത്ത മുറിവുകളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ മാറാത്ത ദുഃഖങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്ത മുറിവുകളില്ല. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. കാരുണ്യത്തിൻ മുൻപിൽ അകലാത്ത രോഗങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ പൊറുക്കാത്ത പാപങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ അഴിയാത്ത ബന്ധനമില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ കുറയാത്ത ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം,
ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. കർത്താവേ, ആരാധന. കർത്താവേ, മഹത്വം. ഹല്ലേലൂയ. യേശുവേ, നന്ദി. യേശുവേ, ആരാധന. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉടമ്പടിയുടെ ധ്യാനത്തിൽ എനിക്ക് തോന്നണത് നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ട ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയണത് ദൈവ അനുഭവത്തെക്കുറിച്ചാണ്. ഇപ്പം നിങ്ങൾ ജോലി വേണം, വീട് വേണം, വിവാഹം നടക്കണം, ജപ്തി നടപടി ഒഴിവാകണം, അങ്ങനെ ഒത്തിരിയേറെ സങ്കടം വരുന്ന ഒത്തിരിയേറെ ജീവിത വിഷയങ്ങളോട് നമ്മൾ ഏറ്റുമുട്ടുകയല്ലേ. കച്ചവടം നടക്കുന്നവർക്ക് ഇപ്പോൾ ബിസിനസ്സിലുണ്ടാകുന്ന തകർച്ച, ശരിക്കും തോന്നുന്നു ദൈവത്തിന് ഒരു സെക്കൻഡ് മതിയെന്ന് തോന്നണേ നമ്മുടെ വിഷയം പരിഹരിക്കാൻ. ഒരു സെക്കൻഡ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നത് 33 കോടി രൂപ കടമുണ്ടെന്നാണ്. 33 കോടി രൂപ കടം. അപ്പോൾ വെള്ളച്ചീട്ടിലാണല്ലേ ഈ കുടുംബ പ്രശ്നങ്ങൾ പറയുന്ന വെള്ളച്ചീട്ടാണ് അല്ലേ. അല്ലാതെ കടവന്നവർ പരീക്ഷക്കാർക്ക് കുങ്കുമ നിറമുള്ള അല്ലെങ്കിൽ ഓറഞ്ച് നിറമുള്ള ചീട്ടായിരിക്കും. +1കാർക്ക് +2കാർക്ക് നീല നിറമുള്ള ചീട്ടാണ്. ആ ചീട്ട് കടം പറയാം വിഷയം. അപ്പോൾ കുടുംബ പ്രശ്നങ്ങൾ പറയുന്നത് വെള്ളച്ചീട്ടിലാണ്. വെള്ളച്ചീട്ട് വായിച്ച് നോക്കിയപ്പോൾ എഴുതിയിരിക്കുന്നത് 33 കോടി രൂപ കടമാണ്. അപ്പോൾ അതുമാത്രം എഴുതിയിട്ടുള്ള എൻ്റെ അടുത്ത് 33 കോടി രൂപ കടം. അപ്പോൾ ഞാനത് ചോദിച്ചു, ഇത് എന്താണിത്, പരിഹാരം എന്തെങ്കിലും മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചു. കാര്യം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ കുറിച്ച് സ്വാഭാവികമായിട്ട് നടക്കേണ്ട സ്വാഭാവിക സൊല്യൂഷനാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഡിവൈൻ സൊല്യൂഷനുണ്ട്. അയാൾക്ക് വേണ്ടത് മാനുഷിക സൊല്യൂഷനല്ലേ വേണ്ടത്. അപ്പോൾ അതിന് സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായിട്ട് ചേർന്ന എന്താണ് സൊല്യൂഷനാണ് മനസ്സിലുള്ളതെന്ന് ചോദിച്ചു. അമ്മയടുത്ത് വന്ന് പറയണ മുമ്പ് നമ്മളത് ചോദിക്കുമല്ലോ. അത് ചിലത് ഞാൻ ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, അച്ഛാ ഗൾഫിൽ എൻ്റെ ഒരു ഓർഡർ റിജക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അത് 32 കോടി രൂപയുടെ ഓർഡറാണ് റിജക്റ്റ് ചെയ്തിരിക്കുന്നത്. കമ്പനി വരെ സ്കോഷായിപ്പോയി, സ്മാഷ്. അത് കമ്പനി നിലവില്ലാത്ത രീതിയിൽ കമ്പനി ലോക്ക്ഡൗൺ ആയി. അതാണ് പ്രശ്നം. അപ്പോൾ അത് ഒരു മെയിൽ അയാൾക്ക് കഴിഞ്ഞ ദിവസങ്ങൾ വന്നായിരുന്നു. നിങ്ങളുടെ റിജക്റ്റ്, നിങ്ങൾ ഓർഡർ പ്ലാസ്റ്റിക് എന്തോ ഉണ്ടാക്കി കൊടുക്കണ ജോലിയാണ്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെ അദ്ദേഹം പുതിയ സിസ്റ്റം അനുസരിച്ച് യൂറോപ്യൻ ഓർഡറിന് പറ്റുന്ന രീതിയിലുള്ള പുതിയ യന്ത്രങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് ഉൽപ്പന്നത്തിൽ മികവുണ്ടാക്കി ഒക്കെ വന്നപ്പോൾ ഓർഡർ പോയി. ഉൽപ്പന്നത്തിൽ മികവ് യൂറോപ്യൻ വിപണി കൊടുക്കാൻ പറ്റിയ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഓർഡർ ഖത്തറിലെ ഓർഡറാണ് പോയിരിക്കുന്നത്. അപ്പോൾ 33 കോടി രൂപ കടമായി. അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്താണ് നമ്മളിത് വിഷയം കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത്. അതിന് പ്രത്യേക പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞത് ഓർഡർ പോയെച്ചാന്ന് പറഞ്ഞത്. ആ കമ്പനിയും പോയെന്ന്, നമുക്ക് ഓർഡർ തന്ന കമ്പനിയും പോയെന്നാണ്. അപ്പോൾ ഇത് വന്ന് ഞാൻ അമ്മയോട് ഇതുപോലെ അങ്ങനെ പറയും, അവൻ്റെ ഓർഡർ തിരിച്ചു കൊടുക്കണം. കാര്യം തിരിച്ചു കൊടുക്കാൻ വല്ല മാർഗമുണ്ട്. കമ്പനി തന്നെ ഇല്ലാത്ത സ്ഥിതിക്ക് ഓർഡർ എങ്ങനെ തിരിച്ചു കൊടുക്കണത്? പക്ഷെ നമുക്കറിയാം ആരോടാണ് നമ്മൾ പറയണതെന്നത് നമുക്കറിയാം, എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്നും അറിയാം. ഇങ്ങനെ ഈ ദൈവത്തിലേക്ക് വരുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ അറിയണം. എവിടെയാണ് വന്ന് നിൽക്കുന്നത്, ആരോടാണ് പറയണത്, എന്താണ് പറയണത്, ഈ വിഷയത്തെക്കുറിച്ചൊക്കെ നമുക്കൊരു മിനിമം നോളജ് ഉണ്ടാകണം. ഇനി പറയണ രീതിക്ക് നമുക്കതിനുള്ള ഒരു കപ്പാസിറ്റി എപ്പോഴും എൻ്റെ മക്കളുണ്ടാക്കിയെടുക്കേണ്ടത് ദൈവവുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻസ്
ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾക്ക് പേഴ്സണൽ റിലേഷൻ ഇല്ലെന്ന് ഞാൻ പറയണില്ല, പക്ഷേ നിങ്ങളുടെ വിഷയവുമായിട്ടാണ് പേഴ്സണൽ റിലേഷൻ ഉള്ളത്. ഉടമ്പടി പരാജയപ്പെടുന്നതിൻ്റെ കാരണം നമ്മൾ ആ വിഷയവുമായിട്ട് നമുക്ക് പേഴ്സണൽ റിലേഷൻ, വ്യക്തിപരമായ റിലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. എന്തുമായിട്ടാണ്? നിങ്ങളുടെ വിഷയം, ജോലി പോയെന്ന ആ വിഷയവുമായിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ റിലേഷൻ ഉള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതി, നിങ്ങൾ പരീക്ഷ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല, എഴുതിയെല്ലാം തെറ്റാണെന്ന് നിങ്ങൾക്കറിയാം. അയ്യോ തെറ്റാണല്ല, ഇതിൻ്റെ റിസൾട്ട് എന്ത് കുളവാകുമല്ലോ. അപ്പോൾ വിഷയവുമായിട്ടാണ് നിങ്ങൾക്ക് പേഴ്സണൽ റിലേഷൻ ഉള്ളത്. ഇതൊരു പാരഡൈം ഷിഫ്റ്റിൽ വരണം, നേരെ തിരിച്ച് വരണം. യുക്കട്ടെടുത്ത് വരിക എന്ന് പറയില്ല, അതുപോലെ എന്താണ്, വിഷയവുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്താണ്, ദൈവവുമായിട്ട് ബന്ധം. ഉടമ്പടിയിലെ ഫോർമുല എല്ലാം നിങ്ങളെ ദൈവവുമായിട്ട് പേഴ്സണൽ ബന്ധപ്പെടുത്തുന്ന ഫോർമുലയാണ് ഉള്ളത്. വിഷയവുമായി ബന്ധപ്പെടുത്തുന്ന ഫോർമുലയൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം വളരെ മൈൽഡ് പ്രാർത്ഥനകളാണ്. അല്ലാതെ കാറിക്കൂവി ബഹളം ഉണ്ടാക്കി സ്തുതിച്ച് പറച്ച് തല്ലി വീഴണ അങ്ങനെയുള്ള കലാപരിപാടികളൊന്നും ഉടമ്പടി പ്രാർത്ഥനകളില്ല. എന്നാൽ ഞാൻ പ്രൊമോട്ട് ചെയ്യത്തുമില്ല. കാര്യം ആ ഒരു സ്ഥലമല്ല ഇത്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുമായിരിക്കുക, നിങ്ങളൊക്കെ കേട്ട് സ്തുതിച്ച് വിറച്ച് തല്ലി വീഴണമെന്ന്. ഇവിടെ വീഴാൻ സമ്മതിക്കുക. വീണ് കഴിഞ്ഞാൽ അപ്പം അത് പൊക്കിക്കൊണ്ട് വെള്ളം കൊടുക്കുക, അതിനേ ഉള്ളൂ. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു റിലേഷൻസ് ദൈവവുമായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അത് ദൈവത്തിന് തോന്നണം സത്യസന്ധമാണെന്ന്. നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം പോരാ, ദൈവത്തിന് തോന്നണം ഈ റിലേഷൻ സത്യസന്ധമാണെന്ന് തോന്നണം. കാര്യം ഇവിടെ പ്രോബ്ലം എപ്പോഴും വന്നിരിക്കുന്ന ഒരു വിഷയമെന്ന് പറയണത്, എല്ലാവർക്കും ദൈവമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ ഇഷ്യൂ ബേസ്ഡ് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സ്വഭാവം കാണിക്കും. കൃപാസന ഒരു ആധ്യാത്മികമായ കളരി എന്ന രീതിയിൽ അവിടെ പഠിക്കേണ്ടത് എങ്ങനെയാണ് ദൈവമായിട്ടൊരു ഇൻട്രാക്ഷൻ സാധിക്കേണ്ടത് എങ്ങനെയാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വിഷയം വന്നാൽ നമ്മളുടെ കയ്യിൽ അസ്ഥിഭദ്രത പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇന്ന് വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞ് ഇവിടെ നിൽക്കി ഇന്ന് അളിയൻ വരും, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ബന്ധുക്കൾ വരും, സ്വന്തം അത് ഇന്നിവിടെ നിൽക്ക്, നമുക്ക് അടുത്ത ഞായറാഴ്ച പോകാമല്ല ഉടമ്പടി ധ്യാനത്തിന് എന്ന് പറഞ്ഞ് നിങ്ങളെ പിടിച്ച് തെച്ച് വിചാരിച്ചോ. വീട്ടിൽ ഉള്ളവർ പിടിച്ചു നിർത്തും. അവരുടെ ഉദ്ദേശം അവിടെ നിൽക്കുക എന്നുള്ളത് തന്നെ, അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം ഉണ്ടാവും. അത് ദൈവികമായ ഉദ്ദേശമായിരിക്കത്തില്ല, മാനുഷികവും കുടുംബപരമായ ഉദ്ദേശമൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ അവിടെ നിന്ന് സ്കൂട്ടായി ദൈവത്തിൻ്റെ അടുത്ത് വരികയാണ്. അപ്പോൾ അതിനൊരു പോയിൻ്റ് ഉണ്ട്. ഇനി എന്താ കാര്യം, നിങ്ങൾക്ക് അവിടെ വീട്ടിൽ നിൽക്കാൻ കഴിയുമായിരുന്നിട്ടും അതിന് സമ്മർദ്ദം ഉണ്ടായിട്ടും നിങ്ങൾ അവിടെ നിന്ന് വന്ന് ദൈവവചനത്തെ അതിനേക്കാൾ പ്രാധാന്യമായിട്ട് കരുതിക്കൊണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു. നിങ്ങൾ ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. ഇതൊരു യുദ്ധമാണ്. എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിലുള്ളത് ദൈവവുമായിട്ട് ഒരു പ്രേസൻ. എന്താണെന്നറിയാമോ, ദൈവത്തിന് ഒരു പ്രശ്നമുണ്ട് വെച്ചാൽ, ദൈവം എന്തെങ്കിലും ക്രൂഷ്യൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ദൈവം റിപ്പോർട്ട് അപ്പോൾ മാത്രമേ പേഴ്സണൽ റിപ്പോർട്ട് പറയത്തുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ക്രൂഷ്യൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രമേ ദൈവം നിങ്ങളുടെ പേഴ്സണൽ ദൈവം എന്താ എഴുതി വച്ചിരിക്കണമെന്ന് കാണിക്കത്തുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക പ്രശ്നമുണ്ടായി, നിങ്ങളൊരു ക്രൂഷ്യൽ ഇഷ്യൂലായി, നിങ്ങൾക്ക് ദൈവത്തെ വിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, ദൈവം നിങ്ങളെ സഹായിച്ചാൽ മാത്രമേ നിങ്ങൾ നിലനിൽക്കത്തുള്ളൂ. അതാണ് ക്രൂഷ്യൽ ഇഷ്യൂ എന്ന് പറയുന്നത്. ഞാൻ ഈ ഇടയ്ക്ക് ഈ ക്രൂഷ്യൽ ഇഷ്യൂ എന്നൊക്കെ പറയുമ്പോഴേ വല്യപ്പന്മാരൊക്കെ എന്നെ രൂക്ഷമായി നോക്കുന്നു, ഇത് വല്ല തെറിയോ ആയിരിക്കും അത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു വലിയ പ്രശ്നം ഉണ്ടായി വരുമ്പോഴേ അത് ദൈവം കനിഞ്ഞാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അങ്ങനെ ഒരു എഡ്ജിലാണ്, അറ്റത്താണ് നമ്മൾ നിൽക്കണം എന്നുണ്ടെങ്കിൽ ദൈവം ഉടനെ പേഴ്സണൽ ഡയറി കാണിക്കും. നമ്മൾ അവിടെയാണ് പ്രശ്നം. നമ്മളെക്കുറിച്ച് എഴുതി വെച്ചിരിക്കണ കാണിക്കും. കാര്യം പല സമയത്ത് നമ്മൾ ദൈവത്തിന് പണി കൊടുത്തിട്ടുണ്ട് തിരിച്ച്. നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി, നമ്മുടെ താല്പര്യത്തിന് വേണ്ടിയും അഭിരുചിക്ക് വേണ്ടിയും നമ്മൾ ദൈവത്തിൻ്റെ മറന്ന് വേറെ കാര്യങ്ങൾക്ക് താല്പര്യം കൊടുത്ത് പോയിട്ടുള്ള ഒത്തിരി ചരിത്രങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മോസസിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു.
ഇങ്ങനെയുള്ള വിഷയങ്ങൾ. അപ്പോൾ ദൈവം പറഞ്ഞു മോസസിനെ കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട, ഐ നോ ഹിം എന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. അത് പറയണം. വചനം പറഞ്ഞോളൂ. പുറപ്പാട് 33:17. ആ ഇത് കേട്ടെ. പുറപ്പാട് 33:17 എന്താ പറയണേ? കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. ഇതാണ് പ്രശ്നം. നീ എൻ്റെ പ്രീതി നേടുക. പക്ഷേ അവസാനം പറഞ്ഞത് ഇത്തിരി പെസകാണ്. എന്താണ്? നിന്നെ എനിക്ക് ഫോർ ഗുഡ് ഓർ ബാഡ്, നന്നായിട്ടായാലും മോശമായിട്ടായാലും ഐ നോ യു. ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നന്നായിട്ടായാലും മോശമായിട്ടായാലും എനിക്ക് നിന്നെ അറിയാം. അപ്പം മോസസിനെ കുറിച്ച് അറിയാവുന്നത് നന്നായിട്ടാണ്. അതാ വിഷയം. നന്നായിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എൻ്റെ മക്കളെ, ഉടമ്പടി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാം, ഇറ്റ്സ് എ ബൈലാറ്ററൽ എഗ്രിമെൻ്റ് എന്ന് പറയും. പേഴ്സൺ ടു പേഴ്സൺ എഗ്രിമെൻ്റാണ്. അതോടുകൂടി നമ്മൾ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്താണ്? ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനം എടുക്കുകയാണ്. നമ്മുടെ വിഷയത്തിനല്ല പ്രാധാന്യം. പിന്നെ എന്താണ്? ദൈവമായിട്ടുള്ള പേഴ്സണൽ ബന്ധത്തിനാണ് പ്രാധാന്യം. ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കണേ. മോസസ് ഈ കണ്ട ജനങ്ങളെ മുഴുവനും ഈജിപ്തിൽ നിന്ന് വിളിച്ചിറക്കി മരുഭൂമിയിലൂടെ കൊണ്ടുപോകുമ്പോഴും ആ മനുഷ്യന് ദൈവത്തോട് മാത്രമായിരുന്നു കൂറ്, ജനങ്ങളോടുള്ള കൂറ്, ദൈവത്തോടെ കൂറ്. അതുകൊണ്ടാണ് ദൈവം പറയണത്, ഒരിക്കൽ മോസസ് സീനായ മലമുകളിലേക്ക് പോയി, പിന്നെ കാണാണ്ടായി. 5-6 ദിവസത്തെക്കുറിച്ച് മോസസിനെക്കുറിച്ച് ഒരു പിടിയുമില്ലാതെ. അപ്പം കുറേ ജനങ്ങൾ പറഞ്ഞ്, ജനങ്ങളുടെ കൂട്ടത്തിൽ എപ്പോഴും പ്രതിപക്ഷം ഉണ്ടാകും, ദൈവത്തിൻ്റെ പ്രതിപക്ഷം. നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകും ദൈവത്തിൻ്റെ പ്രതിപക്ഷം. ദൈവത്തിൻ്റെ ഭരണകക്ഷി ഉണ്ടാകും, ദൈവത്തിൻ്റെ പ്രതിപക്ഷം ഉണ്ടാകും. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി, കെട്ടിയെടുത്ത് ആലപ്പുഴ പോയില്ല, എന്നിട്ട് ഉണ്ടാക്കിയാൽ ഇവിടെ ചോദിക്കൂ, എടി ഞാൻ വേല എടുത്തിട്ടാണ് കഞ്ഞി വെക്കുന്നത്, അല്ലാതെ ഉടമ്പടി എടുത്തിട്ടല്ല. അതാണ് ദൈവത്തിൻ്റെ പ്രതിപക്ഷം. അവനവരവേണ്ട. അത് എന്തെങ്കിലും ഈടറവ് വരുമ്പോൾ മാത്രമേ അത് ദൈവത്തിൻ്റെ പ്രതിപക്ഷം വരത്തുള്ളൂ. അല്ലെങ്കിൽ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നുള്ളൂ. നീ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അനുഗ്രഹം കിട്ടി സാക്ഷ്യം പറഞ്ഞു എന്ന് പറഞ്ഞു ഒരു ഓയൊക്കെ വെച്ചാൽ അവിടെ ഇരുന്നുള്ളൂ, കുഴപ്പമില്ല, ഉപദ്രവം ചെയ്യത്തില്ല. പക്ഷേ എന്തെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് എതിരെ സംഭവിച്ചാൽ ഈ പ്രതിപക്ഷം ശക്തി പ്രാപിക്കും. ഉടനെ ആങ്ങളയാകാം, ചിലപ്പോൾ അയൽവാസിയാകാം, അപ്പനാകാം, അമ്മയാകാം, എല്ലാവരും വരും, രംഗത്ത് വരും. അപ്പോൾ അക്കാലങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്യേണ്ട സംഭവിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞാൽ ശരിയായിരിക്കുമോ അറിയത്തില്ല എന്ന് പറയരുത്. നിങ്ങൾ സ്റ്റാൻഡ് എടുക്കണം. ദൈവത്തിൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ കോംപ്രമൈസ് ഇല്ലാത്ത, ഒത്തുതീർപ്പില്ലാത്ത സ്റ്റാൻഡ് എടുക്കണം. ഇതെല്ലാം പോയിൻറ്റ്സായിട്ട് മാറും. പോയിൻറ്റ്സായിട്ട് മാറി വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ദൈവം തന്നെ പേഴ്സണലായിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷമാകും പോലെയുള്ള അനുഭവങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് അച്ഛൻ ആദ്യമേ പറഞ്ഞത്, മക്കളെ വിഷയത്തെ പ്രാധാന്യം കൊടുക്കരുത്. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ചിന്തിക്കേണ്ട, ദൈവമേ ഞാനും നീയുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമുണ്ടാകാൻ, അത് ദൈവാനുഭവത്തിന് വേണ്ടി എന്നെ, മനസ്സിലായില്ലേ? ഉടമ്പടി പ്രാധാന്യം കൊടുക്കണത് എന്തിനാണ്? ദൈവാനുഭവം എന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ ഞാൻ ചെയ്ത ഉടമ്പടി പാലിച്ചുകൊണ്ട് ഞാനും ദൈവവും തമ്മിലെ സ്വകാര്യമായ ഒരു ബന്ധത്തിന്റെ ദൈവിക അനുഭവത്തിനായി എന്നെ സഹായിക്കണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. സ്നേഹിതനെന്ന പോലെ ഈശോയോട് സംസാരിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ ഒരുക്കണമേ, അഭിഷേകം ചെയ്യണമേ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സന്തോഷമായിട്ട് സ്വന്തം തലയിൽ കൈവെക്കുക. കർത്താവാണ് നിൻ്റെ തലയിൽ കൈവച്ചിരിക്കണം നീ ബോധ്യപ്പെടുക. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഞാൻ ഏറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളെ കർത്താവ് സ്പർശിക്കുന്ന സമയമാണ്. ഓൺലൈനിലുള്ളവരെ ഈ ധ്യാനം ഏത് കാലത്ത് കേട്ടാലും അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാം. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ശിരസിൽ കൈവച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചെല്ലുകയോ കർത്താവിനെ സ്തുതിക്കുകയോ ചെയ്യട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഓരോ മകന് വേണ്ടി മകൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ. എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള മക്കൾ ആരെല്ലാം എപ്പോഴെല്ലാം എവിടെയെല്ലാം ഈ സമയം ഈ ധ്യാനം കൂടുന്നുവോ അവിടെ എല്ലാം കർത്താവേ അമ്മേ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ ഓരോ അവയവങ്ങളിലും കർത്താവ്, ഓരോ കോശങ്ങളിലും പേശികളിലും അസ്ഥികളിലും ഞടിഞ്ഞെരുമ്പുകളിലും ധമനികളിലും ബിന്ദുക്കളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഓരോ ധമനികളിലും ഓരോ പേശികളിലും ഓരോ കോശങ്ങളിലും ധമനികളിലും അസ്ഥിക്കുഴികളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ക്യാൻസർ രോഗങ്ങൾ, മാരക രോഗങ്ങൾ, തീരവേദികൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സുഖപ്പെട്ടുകൊണ്ട് കർത്താവേ, നിന്റെ നാമം ഈ ആരാധനയുടെ മഹത്വപ്പെടുത്തണമേ. നമ്മളെ സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കൈകൾ തന്നെ എടുത്ത് രണ്ട് കൈകളും വയറിൽ വെക്കുക. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഉദരസംബന്ധമായ രോഗങ്ങൾ ഉള്ള നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ അറിവിൽപ്പെട്ട ആരെങ്കിലും ഉദരത്തിൽ ക്യാൻസർ, മക്കളില്ലാത്തവർ, പാങ്ക്രിയാസ് രോഗങ്ങൾ, കുടൽ രോഗങ്ങൾ, പഴുപ്പ് രോഗങ്ങൾ, നടുവെല്ലിൻ്റെ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, കരട് രോഗങ്ങൾ, PCOD രോഗങ്ങൾ, പിസ്റ്റുല രോഗങ്ങൾ, അർസസ് രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, രക്തംപൊക്കിൻ്റെ രോഗങ്ങൾ, മൊത്തമറിയാതെ പോകുന്ന രോഗങ്ങൾ, എല്ലാ രോഗങ്ങളും സുഖപ്പെടാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുന്ന കർത്താവേ, കർത്താവേ, നിന്റെ സഭയിലെ സാന്നിധ്യം പ്രകടമാക്കുന്ന കർത്താവേ, 38 വർഷമായി ഞാൻ അർപ്പിച്ച യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ മാരക രോഗങ്ങൾ, തീരവേദികൾ, കിഡ്നി രോഗങ്ങൾ, നടുവേ രോഗങ്ങൾ, അസ്ഥി രോഗങ്ങൾ, ഉദര രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. മകളെ, അദ്ദേഹം രണ്ട് കൈ നെഞ്ചത്ത് വെക്കുക. ശ്വാസകോശ രോഗങ്ങൾ, ആസ്മ രോഗങ്ങൾ, ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസിൽ രോഗങ്ങൾ, പതിരയിലുണ്ടാകുന്ന രോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോകാൻ വേണ്ടി ഈശോ നാമത്തിൽ സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലുതുകരം കർത്താവ് നെഞ്ചിൽ വെക്കണ പ്രാർത്ഥന കർത്താവേ. ബ്രസ്റ്റ് ക്യാൻസറുകൾ കർത്താവേ, നെഞ്ചിൻ്റെ മറ്റ് രോഗങ്ങൾ കർത്താവേ, നെഞ്ചിന് ശ്വാസമെടുക്കാൻ പറ്റാത്ത അവസ്ഥ കർത്താവേ, ന്യൂമോണിയ, ടൈഫോയിഡ് രോഗങ്ങൾ കർത്താവേ, സ്പോണ്ടിലോസിസ് രോഗങ്ങൾ കർത്താവേ, പിൻകഴുത്തിൻ്റെ രോഗങ്ങൾ കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ പതിര് രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ആരാധനയിലൂടെ
മുട്ട നിൽക്കുക, മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ദൈവപിതാവ്, എനിക്ക് നിന്നെ നന്നായി അറിയാം, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എന്ന് പറയത്തക്ക വിധം ഞങ്ങളുടെ ദൈവസ്നേഹം വർദ്ധിപ്പിക്കണമേ. ഉടമ്പടിയോട് കൂടുതൽ വിശ്വസ്തയോടെ പാലിച്ച് നിബന്ധനകൾ പാലിച്ച് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ